ഈ സ്റ്റാർട്ടപ്സിൽ മെയിനായിട്ട് ഉണ്ടാവേണ്ട 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പ്രോബ്ലം സോൾവിങ് ആയിരിക്കണം, പിന്നെ ഇന്നോവേറ്റീവ് ആയിരിക്കണം, പിന്നെ മെയിൻ സംഭവം സ്കെയിലബിലിറ്റി. സോ നമുക്ക് എങ്ങനെ സ്കെയിൽ ചെയ്യാൻ പറ്റുക? അല്ല, സ്കെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ സ്കെയിലിങ്ങിൽ അതായത് ഒരു ബിസിനസ്സും സ്റ്റാർട്ടപ്പും നമ്മൾ വ്യത്യാസം അതാണ്. ഞാനൊരു ബിസിനസ് തുടങ്ങണമെന്നായിരിക്കാം, ഞാനിപ്പോൾ നാട്ടിലൊരു ബേക്കറി തുടങ്ങണമെന്നായിരിക്കാം. ബേക്കറി തുടങ്ങുന്നതും പ്രോഫിറ്റ് ഫോക്കസ്ഡ് ആണ്. ഇതാണ് നമുക്ക് കോമണായി പറയുന്ന ഒരു ബിസിനസ് എന്ന് പറയാം. നേരെ മറിച്ച് ഞാനൊരു ആസ് എൻ ഓൺടർപ്രണർ ഒരു സ്റ്റാർട്ടപ്പ് ചിന്തിക്കുമ്പോൾ ഇത് എങ്ങനെ ഇപ്പോൾ ഞാൻ വിൽക്കുന്ന ഒരേ സാധനം എങ്ങനെ ഒരേ സമയത്ത് 1 ലക്ഷം ആൾക്കാർക്ക് വിൽക്കാൻ പറ്റും വിത്തൗട്ട് ലൂസിങ് ദ ക്വാളിറ്റി. ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യണം, ക്വാളിറ്റി എന്ത് ചെയ്യാൻ പാടില്ല, കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതാണ് നമ്മൾ ശരിക്കും സ്കെയിൽ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്കെയിൽ ചെയ്യുമ്പോൾ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഉണ്ടോ നോക്കണം. ഇപ്പോൾ ഞാനൊരു ഒരു സാധനം വിൽക്കുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം സ്കെയിൽ ചെയ്യാൻ പറ്റിയ മാർക്കറ്റ് ഉണ്ടാവണം. ഐദർ നമ്മുടെ സ്ഥലത്ത് അല്ലെങ്കിൽ അടുത്ത സ്ഥലം. ഇതൊക്കെ എക്സ്പാൻഷനൊക്കെ പാർട്ട് ഓഫ് സ്കെയിലിംഗ് ആണ്. പിന്നെ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ സ്കെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ എന്ത് പാടില്ല, നമ്മുടെ ഓപ്പറേഷൻ ക്വാളിറ്റി, അത് സർവീസ് ആവട്ടെ പ്രൊഡക്റ്റ് ആവട്ടെ, പ്രൊഡക്റ്റ് ക്വാളിറ്റിയിൽ നമ്മുടെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാനും പാടില്ല. അപ്പോൾ നമുക്ക് പ്രോപ്പർ SOPs ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഒരേ ഞാൻ വെക്കുന്ന ഒരൊറ്റ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഞാൻ വെക്കുന്ന സർവീസസ് ഇതിന് പ്രൊഡക്റ്റൈസേഷൻ ചെയ്യണം. സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ അതിന് പ്രൊഡക്റ്റൈസേഷൻ ചെയ്തിട്ട് എന്നിട്ട് സ്കെയിൽ ചെയ്യണം. അപ്പോൾ നമുക്ക് എടുത്തൊക്കെ നമ്മൾ നാട്ടിൽ അധികം ആൾക്കാർ ചെയ്യുന്ന ബിസിനസ് ആയിരിക്കും. ഇറ്റ് ഈസ് നോട്ട് സ്കെയിലബിൾ. അപ്പോൾ സ്കെയിൽ ചെയ്യാത്തടത്തോളം കാലം എന്ത് ചെയ്യില്ല, നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൻ്റെ വാല്യൂഷൻ കൂടില്ല, ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യില്ല, ഇൻവെസ്റ്റും ചെയ്യില്ല. കാരണം അതിന് സാച്ചുറേഷൻ പെട്ടെന്ന് വരും.